മൂന്നാർ വന്നപ്പോൾ തൊട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അയ്യോ, വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ. നമ്മുടെ ഒരു ചാനൽ അതൊന്ന് ആക്റ്റീവാക്കി എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്ന വീഡിയോ ഇത് തന്നെ ആയിക്കോട്ടെ എന്നുള്ള വിചാരത്തിലാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അങ്ങനെ മൂന്നാർ ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസത്തിലാണ് ഞാനിപ്പോൾ. കാരണം അവർ കൂടുതലും ട്രക്കിംഗ് ആണ്. ഇന്നലെ അവർ മീശപ്പുലിമലയൊക്കെ ട്രക്ക് ചെയ്യാനായിട്ട് പോയി. ഇന്ന് എല്ലപ്പെട്ടി ട്രക്കിംഗ് ആണ്. അതിനവർ പ്രത്യേകം പാസ്സൊക്കെ എടുക്കണം. അത് ഇവിടുന്ന് ഗൈഡുണ്ട്. ഗൈഡ് ഉൾപ്പെടെയാണ് നമ്മൾ പോകുന്നത്. അവരങ്ങനെ കറങ്ങി കിലോമീറ്ററുകളോളം കയറിയ കാടിൻ്റെ അകത്തൂടെയൊക്കെ കറങ്ങിയാണ് തിരിച്ച് വരുന്നത് നമ്മുടെ വണ്ടി. നമ്മൾ ഓരോ തവണ മൂന്നാർ വരുമ്പോഴും ഓരോ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഞാനിവിടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ടാണ് വണ്ടി ഓടിക്കുന്ന ഫീൽഡിലോട്ട് വന്നിരിക്കുന്നത്. ഈ 1.5 വർഷത്തിനിടയ്ക്ക് ഞാൻ കാണാത്ത പല കാര്യങ്ങളും ഓരോ പുതിയ യാത്രയിലും കാണും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ട്രിപ്പിൽ വന്നപ്പോഴത്തേക്ക് മാട്ടുപ്പെട്ടി സൈഡിലായിട്ട് ആനകളെ കാണാനായിട്ട് പറ്റി. ഇപ്പോൾ കുണ്ടള ഡാമിൻ്റെ ഇപ്പുറത്തോട്ട് ഈ ഒരു ട്രക്കിംഗ് ഏരിയയിലോട്ടൊക്കെ വരാനായിട്ട് പറ്റി. ഇതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുക. എന്താണ് പ്രത്യേകത ചോദിക്കാനായിട്ടേ പാടില്ല. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച അത് വേറെങ്ങും കിട്ടത്തില്ല. അതുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ ഫോറിനേഴ്സ് കുറേ പേരുണ്ട്. അവർ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. തേയിലത്തോട്ടത്തിൽ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് എല്ലപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ടോപ്പ് സ്റ്റേഷനൊക്കെ പോകുന്ന വഴി എല്ലപ്പെട്ടി എന്ന് പറയും. എൻ്റെ ഗസ്റ്റ് ഇപ്പോൾ ട്രക്കിങ്ങിനായിട്ട് പോവുകയാണ്. അവർ ഇവിടെ മൊത്തം കറങ്ങിയിട്ടാണ് ഇന്ന് തിരിച്ചു വരാൻ പോകുന്നത്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവർ നടന്നു പോകുന്നുണ്ട്. അവരങ്ങനെ അങ്ങ് പോവുകയാണ്. അവർ ഈ കാണുന്ന മലയൊക്കെ കയറി പയ്യെ ടോപ്പ് സ്റ്റേഷൻ അതിലൂടെ കറങ്ങി തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ ട്രക്കിങ്ങിന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിനി നമ്മുടെ വണ്ടിയിലേക്ക് കടന്നു പോകും. ഒരു കാഴ്ച കാണിച്ചു തരാമേ. ഇത് ഫോഗ് വരുന്നതാണ്. ആ മലയുടെ അപ്പുറത്തുനിന്ന് ഇങ്ങേ സൈഡിലോട്ട് വരുവാണ് ഫോഗ്. അങ്ങനെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരും. ഈ ചെറിയ യാത്രകളിലോടുള്ള നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബിലൂടെയും ലൈക്കിലൂടെയും കമൻറ്റുകളിലൂടെ അറിയിക്കുക.